പാലക്കാട് അട്ടപ്പള്ളത്ത് ആൾക്കൂട്ട വിചാരണയ്ക്കിരയായി കൊല്ലപ്പെട്ട ഛത്തീസ്ഗഡ് സ്വദേശി രാംനാരായണന്റെ മരണം അതിക്രൂരമായ മർദ്ദനം മൂലമാണെന്ന് പ്രാഥമികമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കേരളത്തെ നടുക്കിയ അട്ടപ്പാടി മധുവിന്റെ കൊലപാതകത്തെക്കാൾ ക്രൂരമായാണ് രാംനാരായൺ കൊല്ലപ്പെട്ടതെന്ന് പോലീസ് സർജൻ വിലയിരുത്തി. മണിക്കൂറുകൾ നീണ്ട ക്രൂരമായ വിചാരണയ്ക്കും മർദ്ദനത്തിനുമാണ് രാംനാരായൺ ഇരയായത്. ഇയാളുടെ ശരീരത്തിൽ പരിക്കേൽക്കാത്ത ഒരിടം പോലും ഉണ്ടായിരുന്നില്ലെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ദേഹമാസകലം രക്തസ്രാവം ഉണ്ടായിരുന്നു. തലയിലേറ്റ ശക്തമായ അടിയെ തുടർന്നുണ്ടായ ആന്തരിക രക്തസ്രാവമാണ് നില ഗുരുതരമാക്കിയത്. വടികൊണ്ടും വിറകുകൊള്ളികൾ കൊണ്ടും തല മുതൽ പാദം വരെ ഇയാളെ അടിച്ചു തകർത്തിട്ടുണ്ട്. കേരളത്തിൽ ഇത്തരമൊരു ക്രൂരകൃത്യം അപൂർവങ്ങളിൽ അപൂർവമാണെന്ന് പോലീസ് സർജൻ നിരീക്ഷിച്ചു. നീ ബംഗാളിയാണോ അതോ ബംഗ്ലാദേശിയാണോ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു അക്രമി സംഘം മർദ്ദനം തുടങ്ങിയത്. താൻ സഹോദരിയുടെ വീട്ടിൽ നിന്ന് വരികയാണെന്ന് കരഞ്ഞു പറഞ്ഞിട്ടും അക്രമികൾ കേട്ടില്ല. ബംഗ്ലാദേശിൽ നിന്നാണോ എന്ന് ചോദിച്ച് രാംനാരായണന്റെ തലയിൽ അടിക്കുന്ന ദൃശ്യങ്ങൾ അക്രമികൾ തന്നെ പകർത്തിയ വീഡിയോയിലുണ്ട്. കള്ളനല്ലെന്നും കൊല്ലരുതെന്നും യാചിച്ചിട്ടും മണിക്കൂറുകളോളം ചോരയൊലിപ്പിച്ചു കിടന്ന ഇയാളെ വൈകി പോലീസ് എത്തിയാണ് ആശുപത്രിയിൽ എത്തിച്ചത്. രാംനാരായൺ മോഷ്ടാവല്ലെന്നും നാട്ടിൽ ഒരു കേസിൽ പോലും പ്രതിയല്ലെന്നും ബന്ധുക്കൾ പറഞ്ഞു. ജോലി അന്വേഷിച്ച് 4 ദിവസം മുമ്പാണ് ഇയാൾ പാലക്കാട്ടെത്തിയത്. വഴിതെറ്റിയാണ് ആ പ്രദേശത്ത് എത്തിയതെന്നും 8ഉം 10ഉം വയസ്സുള്ള 2 മക്കൾ ഇയാൾക്കുണ്ടെന്നും ബന്ധുവായ ശശികാന്ത് ബാഗേൽ വ്യക്തമാക്കി. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. പാലക്കാട് ജില്ലാ പോലീസ് മേധാവി സമഗ്രമായ അന്വേഷണം നടത്തി 3 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ഉത്തരവിട്ടു. ജനുവരി 27-ന് പാലക്കാട് നടക്കുന്ന സിറ്റിംഗിൽ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ നേരിട്ട് ഹാജരാകണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു. ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം 2:30യോടെ അട്ടപ്പള്ളം മാതാളിക്കാട് ഭാഗത്തായിരുന്നു സംഭവം. തൊഴിലുറപ്പ് തൊഴിലാളികൾ ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് വീടിനും കടകൾക്കും സമീപം സംശയാസ്പദ രീതിയിൽ രാംനാരായണനെ കണ്ടെത്തിയെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇയാൾ മദ്യപിച്ചിരുന്നതായും സൂചനയുണ്ടായിരുന്നു. തൊഴിലുറപ്പ് തൊഴിലാളികൾ വിവരമറിയിച്ചതിനെ തുടർന്ന് സമീപത്തുണ്ടായിരുന്ന യുവാക്കൾ സ്ഥലത്തെത്തി ഇയാളെ പിടികൂടി. മോഷണക്കുറ്റം ആരോപിച്ച് ഇവർ മർദ്ദിച്ചെന്നും രക്തം ഛർദ്ദിച്ചെന്നുമാണ് അറിയുന്നത്. എന്തായാലും ക്രൂരമായ കൊലപാതകം തന്നെയാണ് നടന്നിരിക്കുന്നത്. പോലീസ് വൈകിയെത്തി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് മരണം സംഭവിക്കാൻ ഇടയാക്കിയിട്ടുണ്ട്. അടിയെ തുടർന്നുണ്ടായ ആന്തരിക രക്തസ്രാവമാണ് നില ഗുരുതരമാക്കിയത്. വടികൊണ്ടും വിറകുകൊള്ളികൾ കൊണ്ടും തല മുതൽ പാദം വരെ ഇയാളെ അടിച്ചു തകർത്തിട്ടുണ്ട്. കേരളത്തിൽ ഇത്തരമൊരു ക്രൂരകൃത്യം അപൂർവങ്ങളിൽ അപൂർവമാണെന്ന് പോലീസ് സർജൻ നിരീക്ഷിച്ചു.